കൃത്യം ഇന്നത്തെ ദിവസം വെച്ച് നോക്കിയാൽ 2 മാസത്തിന് താഴെയാണ് നമ്മുടെ എക്സാം നടക്കാൻ ഇനിയുള്ളത്. അപ്പൊ ഈ സമയത്ത് എങ്ങനെ പഠനം ക്രമീകരിക്കണം, അവസാനത്തെ ഈ ഒരു ദിവസങ്ങളിൽ എങ്ങനെ പഠനം കൊണ്ടുപോകണം, അതിന് ഐഫറിലുള്ള പഠന രീതി എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിവയൊക്കെ അടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവരും സ്വയം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എവിടെ എൻ്റെ ഈ ഒരു സമയത്തുള്ള പഠനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരാലോചന, അത് കൃത്യമായിട്ട് നമുക്കുണ്ടാവണം. ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 58 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിലവിലുള്ളത്. ഈ ഒരു 58 ദിവസം ചിലരൊക്കെ ചോദിക്കും, അവസാന നിമിഷമാണ് ഇനി പഠിക്കാൻ തുടങ്ങാനിരിക്കുന്നത്, അതിനു മുമ്പൊന്നും കൃത്യമായിട്ട് നോക്കാൻ പറ്റിയില്ല, ഒരുപാട് തിരക്കുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു, അതുകൊണ്ട് അടുത്ത തവണത്തേക്കുള്ള എക്സാമിനേക്ക് എഴുതിയാൽ പോരെ, അതിനേക്ക് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ജാർഫാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 58 ദിവസങ്ങൾ എന്തുകൊണ്ട് നമുക്ക് അധികമാണ് പഠിച്ചു പോകാൻ, ജാർഫ് നേടാൻ എന്നുള്ളതാണ് സത്യം. പക്ഷെ ചില കണ്ടീഷനുകൾ അവിടെയുണ്ട്. നമുക്ക് റിസൾട്ട് ഉറപ്പിക്കണമെങ്കിൽ പാലിക്കപ്പെടേണ്ട കുറച്ച് കണ്ടീഷനുകൾ, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിസൾട്ടിന് വേണ്ടി പരിശ്രമിക്കാൻ. ആ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിലവിലെ നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് സ്വയം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഡിസംബർ എക്സാമിലേക്ക്, ഡിസംബറിലെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ പഠനത്തിൽ എത്ര ശതമാനം നിങ്ങൾ തൃപ്തരാണ്? ഈ ഓപ്ഷനിൽ കൊടുത്ത ഏത് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. പറ്റുന്നവർക്ക് വേണമെങ്കിൽ കമന്റിൽ എഴുതാം. ഓക്കെ, ഇതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം. അപ്പൊ അവിടെ തൊട്ടാണ് നമ്മുടെ പഠന രീതി ആരംഭിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഐഫർ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ചിട്ടയോടെ എങ്ങനെ ഈ ഒരു ലക്ഷ്യത്തെ നേടാൻ പ്രാപ്തരാക്കും, സഹായിക്കും എന്നുള്ള കാര്യമാണ്. അത് പല രീതിയിലാണ് ഐഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അതിൻ്റെ ഒരു പ്രത്യേകത, ഏതൊരു കാര്യത്തിൽ എന്നതുപോലെ നമുക്കൊരു കോച്ചിങ്ങിന്റെ ആവശ്യം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പരീക്ഷയെ പറ്റിയുള്ള കൃത്യമായ അവബോധം നമുക്ക് തരുന്ന കാര്യത്തിലാണ്. PG പഠിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ PG കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്നവരോ മറ്റു കോഴ്സുകൾ ചെയ്യുന്നവരോ ടീച്ചിങ്ങിൽ ഏർപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. ആ മേഖലകളൊക്കെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതും പ്ലാനുകൾ തയ്യാറാക്കുന്നതും പഠിക്കുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതായൊക്കെ രീതിയൊക്കെ വ്യത്യസ്തമാണ്. ഇതിൽ നിന്നൊക്കെ വേറിട്ട് നെറ്റ് പഠനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേക പഠന രീതി നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. അത് പാലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നെറ്റിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്നത്. എന്താണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു മത്സര പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന ചില പഠന ക്രമീകരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുണ്ടാകുമ്പോൾ നമുക്കതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതില്ലാതെ ആകുമ്പോൾ എന്ത് തന്നെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ പിറകോട്ടേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഈ 58 ദിവസത്തെ സ്റ്റഡി പ്ലാൻ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് അത്തരം ഒരു അവബോധം ആദ്യം തരിക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത്
ഒരു വളരെ ആഴത്തിലുള്ള ഗവേഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സാഹിത്യ ചരിത്രവും ഭാഷാ ചരിത്രവും സംസ്കാര ചരിത്രമൊക്കെ മനസ്സിലാക്കിയിട്ട് മലയാളത്തിന് പണ്ഡിതനായി തീരാനോ അല്ല നിലവിൽ പഠിക്കുന്നത്, ഈ ഒരു കാര്യത്തിന് വേണ്ടി പഠിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷ എഴുതി നിശ്ചിതമായ മാർക്ക് കൈവരിച്ച് നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ പരിശ്രമിക്കണം, അങ്ങനെ തന്നെ പെരുമാറുകയും വേണം. അപ്പോൾ ഈ നെറ്റ് എക്സാം എന്താണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഴത്തിലുള്ള പഠനമല്ല, മറിച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള പഠനമാണ്. അതേപോലെ കൃത്യതയുള്ള പഠനമാണ്. സിലബസും മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠനമാണ്. ഈ രീതിയിൽ നമ്മളൊന്ന് മെരുങ്ങേണ്ടതുണ്ട്. ഞാൻ സാധാരണ പറയാനുള്ള ഒരു ഉദാഹരണം, ഇപ്പോ കല്ലെടുത്ത് ആ കല്ലിനെ വെട്ടി ശില്പമാക്കുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ള രൂപം കൈവരുന്നത് എന്ന് പറയുന്നത് പോലെ, നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളും നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ, അറിവുകളും വിവരണങ്ങളും ഒക്കെ എടുത്തിട്ട് നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായി ചെത്തിയെടുത്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു അവസാന നിമിഷത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. അതിനപ്പുറത്തേക്ക് ആഴത്തിലേക്കും മറ്റുമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ സമയബന്ധിതമായി ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പഠന രീതി, പഠിക്കുന്ന ക്രമം അത് വളരെ സൂക്ഷ്മമായിരിക്കണം. എന്താണോ ഇത് ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അതാണ് ഐഫറിന്റെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് ഞാൻ അതിന് ഉദാഹരണത്തിന് വേണ്ടി പരിചയപ്പെടുത്താം. നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് മൂന്നാല് വിധത്തിലാണ് ഐഫറിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട പഠന മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന്, സാധാരണ പോലെ വായിക്കാവുന്ന തരത്തിലുള്ള PDF കൊടുക്കും, നോട്ട്സ് കൊടുക്കും എന്നുള്ളത്. അതേപോലെ ഇപ്പൊ നിലവിലാണെങ്കിൽ പുതിയ ബാച്ച് തൊട്ട് അവർക്ക് കാറ്റഗറൈസ്ഡ് PDF എന്ന നിലക്ക് മുൻപുള്ള PDF ഒന്നുകൂടിയും ഷാർപ്പാക്കിയിട്ട് കുറച്ചും കൂടിയും എളുപ്പത്തിൽ വ്യക്തതയിൽ പഠിച്ചെടുക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു പുതിയ PDF അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട്. 2 PDF നിലവിൽ വന്നു കഴിഞ്ഞു ആപ്പിൽ. അപ്പൊ അതാണ് മെറ്റീരിയൽസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഐഫറിൽ ജോയിൻ ചെയ്തവർ നിരവധിയായ എല്ലാ വിഷയങ്ങളെക്കുറിച്ച്, എല്ലാ യൂണിറ്റുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് തീർത്ത ഒരുപാട് പേരുണ്ട്. നിലവിൽ 100% റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് തീർത്തവരുണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് അത് കണ്ട് തീർത്ത മുറയ്ക്ക് കൃത്യമായ ലൈവുകളിലൂടെ സംശയ നിവാരണവും അതിന്റെ വ്യക്തമായ വിശദീകരണവും കൊടുക്കാവുന്ന തരത്തിൽ ലൈവ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. നിലവിൽ നമ്മൾ അത്തരം ഒരു ഫോളോ അപ്പ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു യൂണിറ്റ് പൂർത്തിയാക്കി രണ്ടാമത്തെ യൂണിറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക മലയാള കവിത എന്നുള്ള ഭാഗത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു രീതി. നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ആ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പേഴ്സണലായിട്ട് അല്ലാതെയൊക്കെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, വിശദമായിട്ട് ഈ ക്ലാസ്സുകൾ കേട്ടു പോകുന്ന സമയത്ത് ഒന്നും വിടാതെ തന്നെ പരമാവധി നോട്ട്സ് എഴുതിയെടുക്കുക. വിശദമായിട്ട് തന്നെ നോട്ട്സ് എഴുതിയെടുക്കുക. ആ നോട്ട്സിനെ എഴുതിയെടുത്ത് കൂമ്പാരം പോലെ ആക്കി പെട്ടിയിൽ അടച്ചു വെക്കാനോ അലമാരയിൽ പൂട്ടി വെക്കാനോ ചെയ്യുന്നതിന് പകരം അതെടുത്ത് ഒരു വീക്കെൻഡിൽ, വാരാന്ത്യത്തിൽ ഒന്ന് ഒഴിഞ്ഞിരുന്ന് എഴുതി വെച്ച നോട്ടിന് കൃത്യമായിട്ട് മനനം ചെയ്യുക, പഠിച്ചെടുക്കുക, മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ദിവസമെങ്കിലും മാറ്റി വെക്കണം എന്നും പറയാറുണ്ട്. അപ്പൊ വിശദമായിട്ട് നോട്ട് എഴുതുന്നു. എന്നിട്ട് വേറൊരു മെത്തേഡ് കൂടി ഞാൻ സാധാരണ പറയാറുണ്ട്. വിശദമായിട്ട് നിങ്ങൾ എഴുതിയ നോട്ടിനെ ഒരാഴ്ചയിൽ ഒന്ന് വായിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനഃപ്പാഠമാക്കാൻ പറ്റുമെങ്കിൽ അതിനെ കോഡിംഗ് ഒക്കെ കൊടുത്ത് നിശ്ചിതമായ കോഡ് സഹിതം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത് അതിന്റെ ഒരു സംഗ്രഹ രൂപം
അതിന്റെ ആറ്റിക്കുറുക്കിയ ഒരു രൂപം മറ്റൊരു നോട്ടിലേക്ക് അതിലേക്ക് കൊടുക്കാവുന്ന ലിങ്കുകൾ മാത്രം എഴുതിയ ഒരു കുഞ്ഞ് നോട്ട് കൂടി കൈ കരുതണം എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വിശദമായിട്ട് എഴുതുന്ന നോട്ടിലേക്ക് എപ്പോഴും പോകേണ്ട കാര്യമില്ല. ഈ കുഞ്ഞു നോട്ട് ഇടയ്ക്കിടയ്ക്ക് മറച്ചു നോക്കി കഴിഞ്ഞാൽ ആ വിശദീകരണത്തിലേക്ക് നമ്മുടെ ചിന്ത ഓടിപ്പോയിക്കോളും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈവ് ക്ലാസ്സുകളെയും റെക്കോർഡിംഗ് ക്ലാസ്സുകളെയും കേട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പഠിച്ചു പോകണം എന്ന് നമ്മൾ പറയാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈഫർ ചെയ്യുന്നൊരു കാര്യമാണ് ടെസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഐഫറിന്റെ ആപ്പ് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്പാണ്. കേരളത്തിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും അങ്ങനെ ഇല്ലാത്ത വിധത്തിലുള്ള ഓരോ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്ത് നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. അപ്പൊ അതില് പല സജ്ജീകരണങ്ങളും ഫീച്ചേഴ്സും ഉണ്ട്. അക്കൂട്ടത്തില് ഫോക്കസ് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ടെസ്റ്റുകൾക്ക് ഐഫർ നൽകുന്ന ഒരു പ്രാധാന്യമാണ്. കാരണം പരീക്ഷയെ നിങ്ങൾക്ക് അപരിചിതമല്ലാതാക്കി തീർക്കുക എന്നുള്ളൊരു പണി. പരീക്ഷ ഒരിക്കലും നമുക്ക് അപരിചിതമോ ആ, അല്ലെങ്കിൽ ആ, നമുക്കൊരു പേടിപ്പെടുത്തുന്നതോ ആയി തീരാൻ പാടില്ല. മറിച്ച് നമുക്ക് ഇടപഴകി വളരെ അടുത്തുള്ള ആളുമായി പെരുമാറുന്നത് പോലെ ഉള്ള ഒരു വികാരം പരീക്ഷ എഴുതുന്ന സമയത്തും ചോദ്യങ്ങൾ കാണുന്ന സമയത്തും നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതിനുവേണ്ടിയാണ് ഈ ടെസ്റ്റുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ടെസ്റ്റുകൾ മാത്രം നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാം. ഒന്ന്, എല്ലാ ദിവസവും ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. കാരണം ഈ PYQന് ഞാൻ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യം, അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. PYQ അല്ലെങ്കിൽ മുൻ വർഷത്തെ ചോദ്യങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അതാണ് ഒരു അർത്ഥത്തിൽ നമുക്ക് എന്താണ് ഇത്, ഈ ഒരു ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു രൂപം. PYQന്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഒരു 60-70% ക്വസ്റ്റ്യൻസ് എങ്കിലും, അത്രയും ക്വസ്റ്റ്യൻ വരെ സാധാരണഗതിയിൽ മുൻ വർഷങ്ങൾ ചോദിച്ചതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവർത്തനമായിട്ട് വരാറുണ്ട്. അപ്പോൾ നിരന്തരമായി PYQമായി ബന്ധപ്പെട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോയി അതിന്റെ ഓപ്ഷൻസിന്റെ വിശദീകരണങ്ങളിലേക്ക് പോയി ആ രീതിയിലുള്ളൊരു പഠനം കൊണ്ടുപോകുന്ന ഒരാൾക്ക് പരീക്ഷയെ പേടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷാ ഹാളിലേക്ക് പോയിട്ട് തലകറങ്ങി വീഴുകയോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ബേജാറടിക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇങ്ങനെ നിരന്തരമായിട്ട് PYQവും ടെസ്റ്റും ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പരീക്ഷയിലൂടെ അതിന്റെ എല്ലാ മുക്കും മൂലയും എല്ലാ ഞെട്ടും ബോൾട്ടും അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈ ടെസ്റ്റുകൾ കൊടുക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകൾ, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡെയിലി ടെസ്റ്റ് ആണ്, എല്ലാ ദിവസവും ചെയ്യേണ്ടത്. പിന്നെ ഒരു 60-50 ചോദ്യങ്ങൾ അടങ്ങിയ വീക്കിലി ടെസ്റ്റ് ശനിയാഴ്ചകളിൽ നടത്താറുണ്ട്. വീക്കിലി ടെസ്റ്റ്, ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അതിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് കാണാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ, ഉത്തരത്തിനോട് കൂടെ തന്നെ വിശദീകരണങ്ങൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. ചില കുട്ടികളൊക്കെ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ നെഗറ്റീവ് അടിക്കുന്നു, അല്ലെങ്കിൽ ഇത് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് അതിൽ നമ്മൾ മറുപടി കൊടുക്കാറുള്ളത്. ഒന്ന്, ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ചോദ്യവുമായിട്ടുള്ള നിരന്തര ഇടപഴക്കത്തിലൂടെ പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഉപകാരമാണ്. രണ്ടാമത്തത്, ഈ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യമാണെങ്കിൽ കൂടി അതിന് ഉത്തരം കൊടുത്ത് വിശദീകരണത്തെ കൂടി നിങ്ങൾ കാണുമ്പോൾ ആ ഉത്തരത്തെ പരിചയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആ ചോദ്യത്തെയും ഉത്തരത്തെയും പരിചയപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങളിലൂടെ ഒരുപാട് ചോദ്യങ്ങളെയും ഒരുപാട് ഉത്തരങ്ങളെയും ഒരുപാട് ഓപ്ഷനുകളെയും പരിചയപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ ഡെയിലി ടെസ്റ്റ് അവിടെ ഉണ്ട്, വീക്കിലി ടെസ്റ്റ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ഞായറാഴ്ച മിനിഞ്ഞാന്ന് നടന്ന മന്ത്ലി ടെസ്റ്റ് എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ടെസ്റ്റാണ്. അത് കംപ്ലീറ്റ്ലി എങ്ങനെയാണോ നെറ്റ് എക്സാം നമ്മൾ ഉണ്ടാവാറുള്ളത് അതേ രീതിയിൽ അതിന്റെ സർവ പ്രത്യേകതകളും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ അതിന്റെ അതേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെ ഒരു ഫീൽ കൊടുക്കാവുന്ന തരത്തിൽ കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണ് മന്ത്ലി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള 2-3 ഫീച്ചേഴ്സ് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, PYQ തന്നെയാണ്.
മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ആപ്പിൽ സാധാരണ എങ്ങനെയാണോ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഓപ്ഷൻ അമർത്തുക, അതിന് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവസാനം ടെസ്റ്റ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ പറ്റും, വിശദീകരണം കാണാൻ പറ്റും. ആ രീതിയിൽ PYQ ചെയ്യാന്നുള്ളത്. മറ്റൊന്ന് കാറ്റഗറൈസ്ഡ് PYQ എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഓ, ഒരു ടെസ്റ്റാണ്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നമ്മളൊരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാറ്റഗറൈസ്ഡ് PYQ ചെയ്ത് നോക്കണം. അത് യൂണിറ്റ് 1 ആയാലും 2 ആണെങ്കിലും. അത് കൃത്യമായിട്ട് നിങ്ങൾ 100% അത് പഠിച്ചിട്ടുണ്ട്, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഈ രീതിയിൽ CPYQ എന്ന് ചുരുക്കി പറയാവുന്ന ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ വകതിരിച്ചിട്ടുള്ള ഈ PYQ നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ശതമാനം പഠിച്ചെത്തി എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യം വരും. സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് അത്തരം PYQ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ തരത്തില് ടെസ്റ്റുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത്, നമ്മൾ ദിവസവും നടത്തുന്ന ഡിസ്കഷനിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷനാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാറുള്ളതാണ് ഡെയിലി ടെസ്റ്റിന് ഡിസ്കഷൻ നടത്തുക എന്നുള്ളത്. അത് 10 ചോദ്യങ്ങളാണ് ഒരു ദിവസം ചെയ്യാറുള്ളതെങ്കിൽ ആ 10 ചോദ്യങ്ങളെയും ഓരോന്നിനെ എടുത്ത് ആ ഓരോന്നിന്റെ ഉത്തരവും അതിന്റെ ഓപ്ഷൻസിന്റെ വിശദീകരണങ്ങളൊക്കെ അടങ്ങിയ രീതിയിൽ ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂറിന് മുകളിൽ 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ നീണ്ടു പോകാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. മറ്റൊന്നാണ് JRF ക്ലബ്ബ്. നിലവിൽ അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് അവസാന സമയമാകുമ്പോഴേക്കാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. JRF ക്ലബ്ബ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി നമ്മൾ PYQ ബേസ്ഡ് ആയിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു 60-70% ഒക്കെ കുറഞ്ഞ പക്ഷം മുൻ വർഷങ്ങളുടെ ഒരു ആവർത്തനം പല രീതിയിൽ കടന്നു വരുന്ന ഒരു പരീക്ഷയാകുമ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ PYQ അനാലിസിസിന്. മുൻ വർഷത്തെ ചോദ്യങ്ങളുടെ വിശകലനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് JRF ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിലവിൽ ഡെയിലി ടെസ്റ്റിന്റെ ഒരു വിശകലനം ആ രൂപത്തിൽ നടക്കുന്നുള്ളതുകൊണ്ട് മലയാളത്തിന്റെ കേസിൽ നമ്മളൊരു ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരാഴ്ച ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തവണ നമ്മൾ അടുത്ത നാളെയോ മറ്റന്നാളോ നടക്കാനിരിക്കുന്ന JRF ക്ലബിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം തമ്പുരാന്റെ കഥകളി, അദ്ദേഹത്തിന്റെ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം മുൻ വർഷങ്ങളിൽ 2024 ജൂണിലാണ് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യവുമായിട്ട് റിലേറ്റഡ് ആയ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഓപ്ഷൻസ്, അല്ലെങ്കിൽ കോട്ടയം തമ്പുരാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരമാവധി ചോദ്യങ്ങളെ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് വരാവുന്ന മുമ്പ് വന്നിട്ടുള്ളതും ചിലതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയ ചോദ്യങ്ങളായിരിക്കും. സ്വയം ഉണ്ടാക്കിയ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇനി വരാൻ സാധ്യതയുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ വിഷയം കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അത് ഏറെക്കുറെ ഓരോ ചോദ്യങ്ങളോട് കടന്നു പോകുമ്പോഴും ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയൊക്കെ സ്വയം പഠിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു തരത്തിൽ മെത്തേഡുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പഠനത്തിന്റെ ഐഫർ കൊടുക്കുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കാര്യത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വന്നുകൊണ്ട് ഈ സ്റ്റഡി പ്ലാനിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. 3 ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. വളരെ ആറ്റിക്കുറുക്കിയെടുത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടത് മുഴുവൻ ഒഴിവാക്കി എന്നിട്ട് വേണം നമ്മുടെ പഠനത്തെ ക്രമീകരിക്കാൻ എന്നുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞു. ഇനി ആ പഠനം തന്നെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവിടെയാണ് 2 തരം പഠനങ്ങൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. ഹാർഡ് വർക്ക് എന്ന് കേൾക്കാറുണ്ട്, സ്മാർട്ട് വർക്ക് എന്ന് കേൾക്കാറുണ്ട്. ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഏതിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ പൊസിഷൻ എന്നുള്ളത് ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പൊസിഷൻ എവിടെ കിടക്കുന്നു? നമ്മൾ ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്നു, നമ്മൾ ഒരുപാട് സമയം, അല്ലെങ്കിൽ ഈ പരീക്ഷയെ ഓർത്ത് എനിക്ക് മനസ്സമാധാനം ഇല്ല, അത് കിട്ടുമെന്നുള്ള വിഷമത്തിലാണ്, അങ്ങനെയൊക്കെയുള്ള
ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ടെൻഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരുപാട് സമയം ഉറക്കമൊഴിഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ അധ്വാനത്തെ അളന്നുകൊണ്ടല്ല റിസൾട്ട് തരുന്നത്. മറിച്ച് ആ അധ്വാനത്തിന്റെ ഫലത്തെ അളന്നുകൊണ്ടാണ് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുക. അപ്പൊ ഫലത്തിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട ഏറ്റവും ആ, നല്ല വഴി, സ്മാർട്ടായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ചെയ്യുക, ഉറക്കമൊഴിയുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്ന പണി എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്യണമെന്ന് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് കൃത്യമാണോ എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. സാധാരണ പറയാനുള്ള ഉദാഹരണം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമ്മൾക്ക് യാത്ര ചെയ്യേണ്ടത്, നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം കോഴിക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടെ ബസ്സിൽ തന്നെയാണ് എന്നും, നമ്മൾ ഏകദേശം കുറ്റിക്കാട്ടൂർ എത്തിയിട്ടുണ്ട്, കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ഇനി ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്നും എന്നൊക്കെയുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പോൾ വേറെ ഏതെങ്കിലും ബസ്സിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തി എന്നുള്ളത് തിരിച്ചറിയാതെ നിന്നിട്ടോ ഒന്നും നമ്മുടെ രീതി കൃത്യമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സിലബസിന് എന്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് രണ്ട് പേപ്പറുകളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്ന രണ്ട് പേപ്പറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ രണ്ട് പേപ്പറിൽ നിന്നുമാണ് നമുക്ക് മാർക്ക് വാങ്ങേണ്ടത്. ഓക്കെ, ഈ മാർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പേപ്പറിലെയും എല്ലാ യൂണിറ്റിൽ നിന്നും ഒരേ അനുപാതത്തിലാണോ ചോദ്യങ്ങൾ വരാറുള്ളത്? അങ്ങനെ ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. ഒരേ അനുപാതത്തിലല്ല ചോദ്യങ്ങൾ വരാറുള്ളത്. ഈ യൂണിറ്റ് വൈസിൽ അതിന് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം വ്യത്യസ്തമായി കിടക്കുന്നു. അപ്പോൾ പുതുതായി ജോയിൻ ചെയ്യുന്നവരോട് ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ടാസ്ക്, നിങ്ങൾ ഈ യൂണിറ്റിനെ അതിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തി ഒന്ന് പരിശോധിച്ച് എനിക്കതിൻ്റെ നിങ്ങൾ അതിൻ്റെ കണ്ടെത്തിയ ഫലം എന്നെ കാണിക്കുക എന്നുള്ളതാണ്. അഥവാ 10 യൂണിറ്റിൽ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റ് ഏതാണ്, ആ യൂണിറ്റ് ആയിരിക്കുമല്ലോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക? മൂന്നോ നാലോ തവണയുള്ള തവണത്തെ ആ, പേപ്പറുകളെ പിവൈക്കുയെ ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന്. അപ്പൊ അങ്ങനെയുള്ള മൂന്നോ നാലോ യൂണിറ്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ യൂണിറ്റ്സ് എന്ന് വിളിക്കാവുന്ന യൂണിറ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു യൂണിറ്റുകളിൽ നമ്മൾ അത്രയും തറവായിരിക്കണം. അത് നമ്മൾ ഡെപ്തിലേക്ക് പോകണം. അതിൽ കൃത്യമായിട്ട് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണം. ആ പഠിക്കുന്നത് തന്നെ പരിധി വിട്ട് മറ്റെവിടേക്കെങ്കിലും ചെതറിപ്പോകാനും പാടില്ല. ആ യൂണിറ്റിന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ യൂണിറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന രീതി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ഒരു ബേസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ നോക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ മുൻ വർഷങ്ങളുടെ ചോദ്യങ്ങളെ പരിശോധിച്ച അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ ഇനി എന്ത് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൂടി വേണം നമ്മൾ ആ പഠനത്തെ സമീപിക്കാൻ. രണ്ട് കാര്യങ്ങൾ പഠിതാവിന് ഉണ്ടാവണം എന്നർത്ഥം. ഒന്ന്, മുൻ വർഷങ്ങളുടെയൊക്കെ ചോദിച്ചതിന്റെ പാറ്റേണിനെ കുറിച്ചുള്ള നല്ല ബോധ്യം ഉണ്ടാവണം. രണ്ട്, ആ പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഇനി ഡിസംബർ എക്സാമിന് എന്ത് വരും എന്നതിനെ കുറിച്ചും അയാൾക്ക് ഒരു ധാരണ വരും. സ്വാഭാവികമായിട്ടും അയാൾക്ക് കിട്ടേണ്ടതാണ്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ വേണം ഈ ഒരു യൂണിറ്റ് പഠനം നടത്താൻ എന്നുള്ളതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ ഈ യൂണിറ്റുകൾ തിരിക്കാറുണ്ട്. അതിലൊന്നാണ് ഗോൾഡൻ യൂണിറ്റ്സ് എന്ന് പറയാവുന്ന, ഇപ്പോൾ 10 ചോദ്യമാണ് 100 ചോദ്യങ്ങളുള്ള മലയാളത്തിൽ ഒരു യൂണിറ്റിൽ ആനുപാതികമായിട്ട് വരേണ്ടതെങ്കിൽ 10ൽ കൂടുതൽ 15ഉം 14ഉം ഒക്കെ ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റാണ് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. മലയാള കവിത പ്രാരംഭം എന്ന് പറയുന്ന, മലയാള സാഹിത്യം പ്രാരംഭം എന്ന് പറയുന്ന യൂണിറ്റ് പലപ്പോഴും അനുപാതത്തെക്കാൾ കൂടുതലായിട്ടാണ് സാധാരണ ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞു. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ആ രീതിയിൽ തന്നെ പഠിക്കേണ്ടി വരും. അത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഴത്തിലുള്ള യൂണിറ്റ് ആണെങ്കിൽ കൂടി പലപ്പോഴും ഉദ്ധരണികളും മറ്റും വരാറുള്ളത് സാഹിത്യ ചരിത്രങ്ങൾ കൊടുത്ത അതേ ഉദ്ധരണികളുടെ ആവർത്തനം തന്നെയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളിപ്പോൾ രാമചരിതത്തെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അത് സാധാരണ രാമചരിതത്തിൽ നിന്നും
ഉദ്ധരിക്കപ്പെട്ട വരികൾ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് മിക്കപ്പോഴും സാധാരണഗതിയിൽ വരാറുള്ളത്. വളരെ റയറായിട്ടൊക്കെയാണ് പുറത്തുനിന്ന് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാഹിത്യ ചരിത്രങ്ങളിലൂടെയൊക്കെ ഒരു നോട്ടം കടന്നുപോക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം യൂണിറ്റുകൾ പഠിക്കുമ്പോൾ ആ വരികളെക്കുറിച്ചും എഴുത്തുകാരെ കുറിച്ചൊക്കെ ഉള്ള ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതാണ് ഈ യൂണിറ്റിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തി പറയാനുള്ളത്. എന്നാൽ ചില യൂണിറ്റുകൾ അത്ര തന്നെ പ്രാധാന്യമല്ലാത്ത അതും ഉണ്ടാകും. എന്ന് കരുതി പഠിക്കാതെ വിടണമെന്നല്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അനുവാദം എടുക്കുമ്പോൾ കുറവ് വരുന്ന യൂണിറ്റുകൾ ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് അതിനെ വിട്ടു തരാണ് കേട്ടോ. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം അതൊന്ന് ചെയ്യുന്നത് നന്നാവും. ഒരു 3-4 വർഷത്തെ ചോദ്യങ്ങൾ എടുത്ത് മുന്നിൽ വെച്ചിട്ട് ആ ഒരു പേപ്പറിൽ 10 യൂണിറ്റിന്റെയും പേരെഴുതി ആ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്നത് മുതൽ ആ ചോദ്യം ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ആ കോളത്തിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ഒരു 3-4 ടേമിലെ ചോദ്യങ്ങളെ PYQ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏതിൽ നിന്നാണ് വരുന്നത് എന്ന്. ഓക്കെ, ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകുന്ന രീതിയെ ക്രമീകരിക്കാവുന്നതാണ്. ഇതാണ് ആ, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിവ്, സിലബസിനെ കുറിച്ചുള്ള തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇത് യൂണിറ്റിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇനിയുള്ള പ്ലാൻ തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ എല്ലാവർക്കും പലതരം ടേസ്റ്റും താല്പര്യങ്ങളൊക്കെ ആയിരിക്കും. നോവൽ ഇഷ്ടപ്പെടുന്നവരും കവിത ഇഷ്ടപ്പെടുന്നവരും, അല്ലെങ്കിൽ ചരിത്രം, ഇപ്പോൾ 10ാമത്തെ യൂണിറ്റ് കുറെ കൂടി ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, വ്യാകരണം ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാവും. വിവിധ തരം ടേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ മുമ്പേ പഠിച്ചു വന്ന ആ, രീതിയോട്, അല്ലെങ്കിൽ പഠിച്ചു വന്നതിൽ ചിലതിനോട് താല്പര്യവും അല്ലെങ്കിൽ ആഴമൊക്കെ ഉള്ളതുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമുക്ക് യൂണിറ്റുകൾ ആ തരത്തിൽ കൂടി വർഗീകരിക്കാവുന്നതാണ്. ഞാൻ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാന്നുള്ളത് ഒരു ഒരെണ്ണം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ആ യൂണിറ്റുകളെ ആ യൂണിറ്റുകളിൽ നിന്നും പൂർണ്ണമായും മാർക്ക് വാങ്ങിയെടുക്കാൻ ഞാൻ ശ്രമിക്കുകയും വേണമല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന യൂണിറ്റിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു അറിവ്. ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിവ് വേണം. ആ യൂണിറ്റിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ പിടിച്ചെടുക്കുക എന്നുള്ളതും എൻ്റെ ലക്ഷ്യമായിരിക്കണം. അടുത്തത്, ഞാനൊരു മധ്യമ നിലവാരത്തിൽ നിൽക്കുന്ന യൂണിറ്റുകൾ, എനിക്ക് അത്ര വലിയൊരു ആഴമൊന്നുമില്ലെങ്കിലും കുറെയൊക്കെ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാവുന്ന ഒരു യൂണിറ്റുകളാണിത് എന്ന് പറയാവുന്ന കുറച്ച് യൂണിറ്റുകൾ ഉണ്ടാവും. ആ ഒരു യൂണിറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ കുറച്ചുകൂടിയും ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെടുത്തി അത്യാവശ്യം മാർക്ക് വേണ്ട അവസ്ഥയിലേക്ക് അതിനെ പഠിച്ചെത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു തരം യൂണിറ്റ് ഉണ്ട്. അത് പേപ്പർ 1-ലായാലും പേപ്പർ 2-ലാണെങ്കിലും വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ വീക്കായിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് വ്യാകരണമായിരിക്കും, ചില ആൾക്കാർക്ക് അത് പ്രാചീന സാഹിത്യമായിരിക്കും, ചിലർക്ക് സംസ്കാര പഠനമായിരിക്കും, എന്തോ ആവാം. അങ്ങനെ വീക്കായിട്ട് കിടക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത യൂണിറ്റ് ഉണ്ടാവും. ഈ ഇഷ്ടമില്ലായ്മ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാതിരിക്കാനുള്ള ന്യായീകരണം അല്ലാത്തത് കൊണ്ട് തന്നെ ആ യൂണിറ്റുകളിൽ നിന്ന് പരമാവധി ഏതൊക്കെ നമുക്ക് കവർ ചെയ്ത് ഈ PYQ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കിയെടുത്ത് ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കിയെടുത്ത് ഓപ്ഷൻസ് കണ്ടിട്ട് ശരിയുത്തരത്തിലേക്ക് കുത്തിയെത്താനെങ്കിലും പറ്റണം എന്ന രീതിയിൽ അക്കാര്യത്തെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്ന് പരിശോധിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, JRF നെറ്റും വാങ്ങിയെടുക്കാൻ നമുക്ക് ആവശ്യമായ ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആ മാർക്ക് എത്രയാണ്? ആ JRFന്റെയും നെറ്റിന്റെയും നമ്മൾ നേടിയെടുക്കേണ്ട ടാർഗറ്റ് സ്കോർ എത്രയാണ്? അത് എത്രയാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം വേണം കേട്ടോ. എന്നിട്ട് വേണം ഇതിനെ ക്രമീകരിക്കാൻ. ഇപ്പോൾ സാധാരണ കഴിഞ്ഞ 2025 ജൂണിലെ പരീക്ഷയുടെ കട്ട് ഓഫിന് എടുക്കുകയാണെങ്കിൽ, കട്ട് ഓഫിനനുസരിച്ചിട്ട് ഓരോ സമയത്ത് മാറ്റങ്ങൾ വരാം. എങ്കിലും നമുക്ക് ഒരു ധാരണയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്. 2025 ജൂണിലെ ജനറൽ വിഭാഗത്തിന് JRFന് വേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് 106 മാർക്കാണ്. 106 മാർക്ക്, സോറി, 206 മാർക്ക്. 206 മാർക്ക് കിട്ടിയാലാണ് കഴിഞ്ഞ ജൂൺ എക്സാമിന് ഒരാൾക്ക് JRF കിട്ടുക.
നെറ്റ് കിട്ടണമെങ്കിൽ 180 മാർക്ക് വേണം. PhD അഡ്മിഷൻ കാറ്റഗറിയിലേക്ക് പെടണമെങ്കിൽ 158 മാർക്കും വേണം. ഇത് ജനറലിന്റെ കാര്യമാണ് ഞാൻ വായിച്ചത്. OBC ആകുമ്പോൾ JRFനാണെങ്കിൽ 196 മാർക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ നേടിയെടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്. JRF ലക്ഷ്യം വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടാർഗറ്റ് സ്കോർ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കുറച്ചുകൂടി കൂട്ടിയിട്ട് അയാൾ ഇട്ടോട്ടെ. 206 കഴിഞ്ഞ തവണ വന്നതെങ്കിൽ 210 മാർക്ക് കണ്ടിട്ട് ആ ടാർഗറ്റ് സ്കോർ എത്താൻ വേണ്ടിയുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഈ സ്മാർട്ട് വർക്കിന്റെ പ്രത്യേകത. നമ്മൾ എടുക്കുന്ന പണി കൃത്യമായിരിക്കണം എന്നുള്ളത്. ഒരു ലക്ഷ്യമുണ്ട്, ഞാൻ കാട്ടിലേക്കല്ല വെടിവെക്കുന്നത്, ഒരു മരത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നിശ്ചിതമായ ഫോക്കസിലേക്ക് തന്നെയാണ് എൻ്റെ വെടിയുണ്ട പായുന്നത് എന്നുള്ള ധാരണ ഉണ്ടാവണം. എവിടേക്കെങ്കിലും ചെതറിപ്പോകാതെ കൃത്യമായിട്ടുണ്ടാവണമെങ്കിൽ ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താനുള്ള എനിക്ക് വേണ്ട ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് 110 210 അല്ലെങ്കിൽ 206. അത് ഞാൻ എഴുതി വെച്ചിട്ട് അതിലേക്ക് അത് വാങ്ങിയെടുക്കാൻ ഞാൻ പേപ്പർ 1ൽ നിന്നും എത്ര മാർക്ക് വാങ്ങണം, പേപ്പർ 2ൽ നിന്നും എത്ര മാർക്ക് വാങ്ങണം എന്നത് കൃത്യമായിട്ട് അറിഞ്ഞു വേണം എൻ്റെ സ്റ്റഡി പ്ലാനിനെ ഞാൻ ക്രമീകരിക്കാൻ. ഇത് അറിഞ്ഞിട്ട് ഒരാൾ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ നിൽക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് എൻ്റെ ബലഹീനതകളും എൻ്റെ സ്ട്രെങ്ത്തും മനസ്സിലാക്കിയിട്ട് ആ യൂണിറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പരമാവധി സ്കോർ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും. രണ്ടാമത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റുകളെ തിരിച്ചറിഞ്ഞ് അതിലെ മാർക്ക് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതും ആണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയക്കാർ വോട്ട് ഉറപ്പിച്ചെടുക്കുന്നത് പോലെ ഓരോ മണ്ഡലത്തിൽ നിന്നും അല്ല, ഓരോ യൂണിറ്റിൽ നിന്നും നമ്മൾ മാർക്ക് ഉറപ്പിച്ചെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് എങ്ങനെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്ര പഠിക്കുന്നു എന്നുള്ളതാണ്. എത്ര പഠിക്കുന്നു എന്നുള്ള ചോദ്യവും ഈ സമയത്ത്, പ്രത്യേകിച്ചും പരീക്ഷ അവസാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. എത്ര പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരും എഴുതുമായിരിക്കും. 2 മണിക്കൂർ മുതൽ ചിലപ്പോൾ മേൽപോട്ട് എഴുതും നിങ്ങൾ. അപ്പോ ഇനിയുള്ള സമയത്ത് നമുക്കത് പോരാ. നിങ്ങൾ പല കാര്യങ്ങളിലായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ആ, ജോലി ചെയ്യുന്നവരുണ്ടാകും, പഠിക്കുന്നവരുണ്ടാവും, മറ്റു പല ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഇനിയുള്ള 2 മാസത്തേക്ക് നമുക്കത് പോരാ. കാരണം നമ്മുടെ ഈ ഒരു 2 മാസം നമ്മുടെ മുമ്പിലുള്ള പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം അത് JRF വാങ്ങുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊക്കെ സെക്കൻഡറി ആയിട്ട് മാറ്റി വെക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചപ്പം പറഞ്ഞു, എനിക്ക് PGയുടെ എക്സാം നടന്നു കൊടുക്കുകയാണ്, PGയുടെ അവസാന സെമ്മാണ്, അപ്പോൾ അതിനുവേണ്ടി 10 എത്രയോ അസൈൻമെന്റുകൾ എഴുതണം, പ്രൊജക്റ്റ് ചെയ്യണം, ഇത്രയൊക്കെ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു സാധനം, നമുക്ക് 24 മണിക്കൂറേ ഉള്ളൂ, അതിൽ നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഈ സ്ഥിതിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും 24 മണിക്കൂർ ഇരുന്ന് അസൈൻമെന്റ് എഴുതേണ്ട കാര്യമില്ലല്ലോ. ഒരു അസൈൻമെന്റ് എഴുതി തീർക്കാൻ എത്ര സമയം വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ സമയം എടുത്തിട്ട് ആ സമയം ഒരു ദിവസത്തിന്റെ നിശ്ചിത സമയത്തേക്ക് മാത്രമായിട്ട് കൊടുത്തുകൊണ്ട് അപ്പാണ് ചെയ്യുക. അഥവാ രാത്രിയിൽ 9 to 10 12 ഒക്കെ ആയിട്ട് 11 ഒക്കെ ആയിട്ട് അസൈൻമെന്റ് എഴുത്തിന് മാറ്റി വെക്കുക. ബാക്കി പകലും ബാക്കിയുള്ള സമയം ഇതിനു വേണ്ടി കംപ്ലീറ്റ് മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആര് കൂടുതൽ പണിയെടുക്കുന്നോ, ആര് കൃത്യമായിട്ട് പണിയെടുക്കുന്നു, അവർക്കാണ് റിസൾട്ട്. അല്ലാതെ നമ്മുടെ ന്യായീകരണം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം പറഞ്ഞിട്ടോ നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ട് വിലപിച്ചുകൊണ്ടൊന്നും നമുക്ക് ആരും റിസൾട്ട് കൊണ്ടുതരാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ അതിനെയൊക്കെ ഒന്ന് പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോന്നിനും സമയത്തെ ക്രമീകരിച്ച് ചെയ്തെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിന് ക്രമീകരിക്കാൻ വേണ്ടി നോക്കണം. ഒരു ദിവസം ഒരു 8 മുതൽ 10 വരെ അല്ലെങ്കിൽ 10 മുതൽ 12 വരെ മണിക്കൂറൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയണം. ഇനിയുള്ള 2 മാസം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഉം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാര്യം വരും, ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. 2 ദിവസമൊക്കെ ആവേശത്തോടെ പഠിച്ച് 3-ാമത്തെ ദിവസം നമ്മളങ്ങ് നിന്ന് പോകും. കാരണം തല പുകഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരീക്ഷ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തലക്ക് ഒരു നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും, ആകെ കൂടി പ്രശ്നമായിട്ടൊക്കെ തോന്നും. അതിന് ചെയ്യാവുന്ന ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മൾട്ടിപ്പിൾ രീതികളിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. അഥവാ ഒരേ പാറ്റേണും ഒരേ പഠന രീതിയും ഒരേ ഇരുത്തത്തിലുള്ള പഠനവും ചെയ്യാതെ ഒരു ദിവസത്തെ നിങ്ങളുടെ പഠനം വ്യത്യസ്ത രീതിയിലായിരിക്കണം. അതിലൊന്ന് പിവൈക്ക് ചെയ്തുകൊണ്ടാവാം, ടെസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം, വീഡിയോ ക്ലാസ് ചെയ്യണം, നോട്ട് എഴുതണം, നോട്ട് എഴുതിയത് ഒരു മരച്ചോട്ടിൽ പോയിരുന്ന് ചിലപ്പോൾ വായിക്കണം, ആ എഴുതിയതിനെ വേറെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് നോട്ടാക്കി മാറ്റണം. ഇങ്ങനെ തിരിച്ചും മറിച്ചും പലതുമായിട്ട് ഒരു സാമ്പാർ പരുവത്തിലുള്ള പഠന രീതി നമുക്ക് ഉണ്ടാവുന്ന ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും വേണമെന്നില്ല. ഒരേ ഇരുത്തത്തിൽ പഠിക്കാനും ചെയ്യാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഇതിൽ ഈ ഒരു മെത്തേഡ് എടുക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ആരെങ്കിലും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ ഈ വ്യത്യസ്തതകളെ കൊണ്ട് നിറക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തെ ഒരു പൂങ്കാവനം പോലെ ആക്കി തീർക്കുക. അതിലെല്ലാ പൂക്കളും ഉണ്ടാവുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ പഠന രീതിയിൽ എല്ലാ ടൈപ്പ് പഠനങ്ങളും കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോറടി എന്നുള്ളതും തലക്ക് തീപിടിക്കുക എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഞാനൊന്ന് നമ്മുടെ സിലബസിനെ ഒന്ന് കാണിച്ച് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് പരിചയപ്പെടുത്തി പെട്ടെന്ന് പോവാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് മുമ്പിലുള്ള 58 ദിവസം ഈ ഒരു 4-ാം തീയതിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. 31-ലേക്കാണ്, ഡിസംബർ 31-ലേക്കാണ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 10 യൂണിറ്റിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐഫറിന്റെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ 2-3 കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു ദിവസം ഇപ്പോൾ 4-ാം തീയതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം എടുക്കുമ്പോൾ, ചൊവ്വാഴ്ചത്തെ കാര്യം എടുക്കുമ്പോൾ, ഇന്നത്തെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ യൂണിറ്റിന്റെ മണിപ്രവാള സാഹിത്യത്തിന്റെ ലക്ഷണം, നിർവചനം, സ്വരൂപം എന്നുള്ള ഭാഗം പഠിച്ചെടുക്കുക. പിന്നെ ചമ്പുക്കളുടെ പ്രധാനപ്പെട്ട ചമ്പുക്കളും പൊതുസവിശേഷതയും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് അവര് ക്ലാസ് കേട്ടിട്ടോ റെക്കോർഡിംഗ് കേട്ടിട്ടോ നോട്ട് വായിച്ചിട്ടോ പഠിച്ചെടുക്കുമ്പോൾ തന്നെ കൂട്ടത്തിൽ ചെയ്യാൻ വേറെ കാര്യം കൂടി കൊടുക്കുന്നു. ഡെയിലി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇന്ന് രാവിലെയുള്ള ഡെയിലി ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതുപോലെ PYQ 50 ക്വസ്റ്റ്യൻ എങ്കിലും ആപ്പിൽ കയറിയിട്ട് ചെയ്ത് ഇരിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാനിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതാണ് സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ഒരു കാര്യം. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള ലൈവ് ക്ലാസ്സിൽ അവര് പങ്കാളികളായിരിക്കണം. അതിൽ ഒന്നാമത്തെ യൂണിറ്റും 2-ാമത്തെ യൂണിറ്റിലുമായിട്ട് ലൈവിൽ നടക്കാറുണ്ട്. ഒന്നാമത്തെ യൂണിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, അതിന്റെ നിരന്തരമായ ലൈവുകൾ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ യൂണിറ്റിന്റെ രണ്ടാമത്തെ പേപ്പർ 2-ന്റെ കാര്യം പറയുകയാണെങ്കിൽ യൂണിറ്റ് വൈസ് ലൈവ് ക്ലാസ് ആണ് ഇന്നത്തെ ഷെഡ്യൂളിൽ വന്നിട്ടുള്ളത്. ഇന്നിപ്പം വൈകുന്നേരം 6:30 മുതൽ 7:30 വരെയുള്ള സമയത്ത് ആധുനിക മലയാള കവിത എന്ന വിഷയത്തിലുള്ള ലൈവ് ക്ലാസ് കഴിഞ്ഞു. അത് നടന്നു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്. അപ്പൊ ആ രീതിയിലുള്ള 4-ാം തീയതിക്കുള്ള പഠനം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 56 ദിവസം ബാക്കി നിൽക്കുന്ന 5-ാം തീയതി നാളത്തേക്കുള്ള പഠനം, ഓരോ അച്ചിചരിതങ്ങളുടെ പഠനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയച്ചി ചരിതം കൊടുത്തിട്ടുണ്ട്, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, പിന്നെ ചമ്പുക്കളുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണ് നാളത്തെ ഒരു സ്റ്റഡി പ്ലാനായിട്ട് നാളെ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിൽ 50 PYQവും നാളെ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാത്രി 9 മണിക്ക് ഡെയിലി ടെസ്റ്റ് ഡിസ്കഷനും നടക്കും. ആ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവർ ചെയ്ത 10 ചോദ്യങ്ങളുടെയും ഇന്നലെ ചെയ്ത 4-ാം തീയതി അഥവാ ഇന്നവർ ചെയ്ത 10 ചോദ്യങ്ങളുടെയും വിശദീകരണങ്ങളും ഓപ്ഷൻസിന്റെ വിശദീകരണം അടക്കിയ ക്ലാസ്സുകളാണ് നാളെ രാത്രി 9 മണിക്ക് നടക്കുക. ഈ രീതിയിലാണ് നമ്മൾ പൊതുവെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും ഈ 3 രീതിയിൽ ക്രമീകരിച്ചിട്ട്, അഥവാ ലൈവുകൾ നടക്കുന്നു, ഡെയിലി ടെസ്റ്റുകൾ നടക്കുന്നു, വീക്കിലി മെഗാ മോക്ക് ടെസ്റ്റുകൾ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്നു, മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് മാസത്തിൽ നടക്കുന്നു. ഈ പറയുന്ന ഓരോ യൂണിറ്റിന്റെയും ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്നു. ആ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഈ 60 ദിവസത്തെ അല്ലെങ്കിൽ 55 ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിനി കുറച്ച്
ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതും ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്, ഇന്ന് ഈ ഒരു വെബിനാറിന്റെ ഉദ്ദേശത്തെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. ഒന്ന്, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യം. രണ്ട്, നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നുള്ള കാര്യം. എല്ലാം പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു, ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ്, ചിലതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടേണ്ടതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. മൂന്ന്, എത്ര പഠിക്കുന്നു എന്നുള്ളത്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നാലാമതായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ പഠിക്കേണ്ടത് ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടായിരിക്കണം, ഒരു പർപ്പസിനെ മുന്നിൽ കണ്ടായിരിക്കണം, ഒരു ടാർഗറ്റ് മുന്നിൽ കണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജെആർഎഫ് ആണ്. ജെആർഎഫിൽ തന്നെ അതിന്റെ മാർക്ക് 206 അല്ലെങ്കിൽ 210. അതാണ് നമ്മൾ കാണുന്ന ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. ആ പണിയുടെ ഓരോ ദിവസവും നമ്മൾ ശാസ്ത്രീയമായി അളന്ന് അങ്ങനെ പോകണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നെന്ത് പഠിച്ചു അല്ലെങ്കിൽ ഇന്ന് എവിടെ എത്തി എന്നുള്ളതിനെ പറ്റി നമുക്ക് ധാരണയില്ലെങ്കിൽ, ഇനി ബാക്കി 55 ദിവസം ബാക്കിയുണ്ട്, ആ 55 ദിവസം കൂടി ഞാൻ എവിടെ എത്തിച്ചേരണം എന്നതിനെ പറ്റി ധാരണയില്ലെങ്കിൽ നമ്മൾ വഴിക്ക് വെച്ച് നിന്നു പോകും, അവിടെ നമ്മൾ നിലച്ചു പോകും. അത് നിലക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അഥവാ ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്, എത്ര ശതമാനം ഞാൻ എത്തിയിട്ടുണ്ട്, എത്രയൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്, അതേപോലെ ഇനി എത്ര ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, പല തരത്തിലുള്ള പഠന രീതികളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഐഫർ കൊടുക്കുന്നത് പോലെ ടെസ്റ്റുകളെ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. അതേപോലെ പിവൈക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യണം. യൂണിറ്റുകൾ റെക്കോർഡിംഗ് കേട്ടുകൊണ്ടും ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടും, അതേപോലെ നമ്മൾ നോട്ട്സ് എഴുതിക്കൊണ്ടും, എഴുതിയ നോട്ടിനെ ഒരു ദിവസം മാറ്റി വെച്ച് പഠിച്ചുകൊണ്ടും, ആ നോട്ട്സിനെ ചെറിയ കുറിപ്പുകളാക്കി എഴുതിയെടുത്ത് അത് കയ്യിൽ കൊണ്ട് നടന്നുകൊണ്ട്. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ കൂടെയൊക്കെ ആൾ വന്ന് നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ആ, പരീക്ഷയ്ക്ക് ജൂൺ എക്സാമിന് ആൾക്ക് ജെആർഎഫ് കിട്ടി. ആളെനിക്ക് ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പഠന മെത്തേഡാണ് ആൾ സ്വീകരിച്ചിരുന്നത്. ആള് എവിടെ യാത്ര ചെയ്യുന്ന സമയത്തും ആളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ളൊരു ഡയറി ഉണ്ടാവും. ആ ഡയറിയിൽ വൃത്തിയിൽ ഓരോ യൂണിറ്റിന്റെയും ഹിന്റുകൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, വിശദമായിട്ട് എഴുതാതെ അയാൾ എഴുതി വെച്ച നോട്ടിലേക്ക് ഒരു ലിങ്ക് കൊടുക്കാവുന്ന തരത്തിലുള്ള ഹിന്റുകൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ അതിങ്ങനെ മറച്ചു നോക്കും. അപ്പൊ പഴയതിലേക്ക് ഇങ്ങനെ എത്തും. ആ മുമ്പ് എഴുതി വെച്ച പോയിന്റ്സിലേക്കൊക്കെ ഇങ്ങനെ മനസ്സിന്റെ ചിന്ത ഇങ്ങനെ എത്തും. എവിടെയെങ്കിലും ആരെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് മറച്ചു വെക്കും. ആ രീതിയിലുള്ള നോട്ട്സ് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് പ്രിയപ്പെട്ട ഒരു ബുക്കിലൊക്കെ എഴുതിയിട്ട് കൊണ്ടു നടക്കണം. അതേപോലെ നമ്മൾ ഇരിക്കുന്ന മേശയ്ക്ക് മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കണം. ടാർഗറ്റ് സ്കോർ എത്രയാണെന്നുള്ളതും, അത് എത്തേണ്ട വഴികളും, എത്ര ശതമാനം ഓരോ ദിവസം എത്തുന്നു എന്നുള്ളത്, കലണ്ടറിൽ ഓരോ അക്കങ്ങൾ മറിഞ്ഞു തീരുമ്പോഴും ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, സമയത്തിന്റെ കാര്യമാണെങ്കിലും പഠന രീതിയുടെ കാര്യമാണെങ്കിലും പഠിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആക്കാൻ തയ്യാറാണെങ്കിൽ, ജാറഫ് വാങ്ങാൻ 58 ദിവസം ധാരാളമാണ്. 58 ദിവസം ധാരാളമാണ്. പക്ഷേ ഒറ്റൊരു നെഗറ്റീവ് വശം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒക്കെ ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് ഇല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. നമുക്കൊരു കാര്യത്തിൽ ഈ റീൽസിന്റെ ഒരു ലോകത്തായതുകൊണ്ട് 30 സെക്കൻഡിൽ കൂടുതൽ, 10 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത തലമുറകളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. പലപ്പോഴും പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയും മങ്ങും. അതുകൊണ്ട് ഈ ഒരു കുറഞ്ഞ കാലത്തേക്ക് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒന്ന് മാറ്റിവെക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങളും, നിങ്ങൾ കൊണ്ട് നടക്കുന്ന പലതും ഉണ്ടാവും. എല്ലാ ദിവസവും സിനിമ കാണുന്ന ആളുകളുണ്ടാവും, സീരിയൽ കാണുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവരുണ്ടാവാം, ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കുന്നവരുണ്ടാവാം. തൽക്കാലത്തേക്ക് ഈ 55 ദിവസത്തേക്ക് നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്യണം. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ത്യാഗം, 55 ദിവസം, കേവലം 55 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന ത്യാഗം, അത് നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഗുണത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് വേണം ആ തീരുമാനം എടുക്കാൻ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടോ എവിടെയും കേട്ടിട്ടോ അല്ല. സ്വയബോധത്തിൽ, സ്വയം ചിന്തയിൽ അത് എടുക്കുകയും ആ തീരുമാനത്തിൽ എത്തുകയും എന്നിട്ട് പഠിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യാണ് വേണ്ടത്. അപ്പോ ഒരു ക്രമീകരണം തരിക, ഒരു ചിട്ട നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, ആ രീതിയിൽ ഒരു ഗൈഡൻസ് തരിക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, എഴുതിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടും ആവാം.
ഹലോ, കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? അത് യൂസ്ഫുൾ ആണെന്ന്, ഈ മെത്തേഡ് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പരിചയപ്പെടുത്തിയ മെത്തേഡ് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? കൃഷ്ണ താങ്ക് യു. എലിസബത്ത് താങ്ക് യു. അവർ റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കത് കേട്ടതിന് ശേഷം ഒന്ന് അവസാനിപ്പിക്കാം. ഓക്കെ. എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ ഉണ്ടോ? നിങ്ങൾ ചിലപ്പം എക്സ്പെക്ട് ചെയ്ത് വന്ന എന്താന്നുള്ളത് എനിക്ക് ഒരു ഒരു കാര്യം, നിങ്ങൾ ഇവിടെ വന്നിരുന്നതിന്റെ പേരിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഞാൻ വരുന്ന 55 ദിവസത്തേക്ക് ആ, അറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനത്തിന് വേണ്ടി ഇരിക്കാൻ വേണ്ടി പോവാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ ഇരിക്കണം, എത്തണം. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. വേറെ ആർക്കും ഉള്ളതല്ല ഇത്. ഇത് നമുക്ക് തന്നെ ഉള്ള കാര്യമാണ്. നമ്മളത് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഈ റിസൾട്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടും. ആത്മവിശ്വാസം വേണം. മൈൻഡ് ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഈ ഒരു കാര്യം, ഒറ്റൊരു കാര്യം കൂടി. ഈ നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തെ കൃത്യമായിട്ട് സൂക്ഷിക്കണേ. അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചെയ്ത കാര്യം തന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. ആ രീതിയിൽ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ടെൻഷനിലേക്ക് മനസ്സ് പോകരുത്. ഡിപ്രഷനിലേക്ക്, ആൻസൈറ്റിയിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ടെൻഷൻ അടിച്ച് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, ഈ ടെൻഷൻ അടിക്കുന്നതിന്റെ പേരിൽ ഒരു അണുമണി നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് ഉപകാരം വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ടെൻഷൻ കൊണ്ട് ഒരു തരിയെങ്കിലും റിസൾട്ടിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല. നമുക്ക് ദോഷം മാത്രമേ ടെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടെൻഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അത് കളയാനുള്ള ഒരു യോഗ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രീത്തിങ് എടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് പുറത്തു പോയി എന്തെങ്കിലും റിലാക്സേഷൻ ചെയ്തിട്ടോ ഒക്കെ അത് തിരിച്ചു വന്നൊന്ന് ഇരിക്കാന്നല്ലാതെ അതുമ്മൽ കൂടി ഇരുന്നിട്ട് ഒരു ഫലമില്ല. നിന്നിടത്ത് നിന്ന് പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കണം. ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങളെ ഒരു സ്ഥലത്ത് ഇരുത്തിയെടുക്കാൻ പാടില്ല, ഇരുത്താൻ പാടില്ല. ചലിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാൽവെപ്പെങ്കിലും ഒരു ദിവസം മുന്നോട്ടേക്ക് ആഞ്ഞു വെക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ കൂടി ഐഫറിലെ കുട്ടികളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. യതിയുടെ, നിത്യചൈതന്യ യതിയുടെ ഒരു കോട്ട് എന്താണ്, നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത എന്നുള്ളതിന് യതി മനോഹരമായിട്ട് പറയുന്നുണ്ട്. അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് ചെയ്തു തീർക്കാത്ത കർമ്മങ്ങളുടെ നിലവിളികളാണ് എന്ന് യതി പറയും. നമ്മൾ ചെയ്തു തീർക്കാത്ത കർമ്മങ്ങളുടെ നിലവിളികളാണ് അസ്വസ്ഥതകളായിട്ട് വരുന്നത്. ഈ കർമ്മം എന്നുള്ളത് വിശാലാടിസ്ഥാനത്തിലാണ് കേട്ടോ. അല്ലാതെ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവാറുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ലൈഫിൽ ചിലതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ബാധിതപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പൂർണ്ണതയിൽ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ രീതി മാറിപ്പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയിലേക്ക് നമ്മൾ മനസ്സിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. പിന്നെ ആൻസൈറ്റി എങ്ങനെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസന്റിൽ നിന്നും നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുമ്പോഴാണ് ആൻസൈറ്റി ഉണ്ടാവുക. ഓക്കെ, അഥവാ എനിക്ക് കിട്ടൂലേ, നാളെ എന്ത് വരും, എനിക്ക് പരീക്ഷയുടെ മുമ്പിലെത്തും, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പറ്റൂലേ എന്നുള്ള, അഥവാ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലാട്ടുമ്പോഴാണ് ആൻസൈറ്റി ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊക്കെയുള്ള പരിഹാരം പ്രസന്റിൽ നിൽക്കുക, നിൽക്കുന്ന സമയത്ത് ആരോഗ്യത്തോടെ നിൽക്കുക, ശാന്തമായ മനസ്സോടെ നിൽക്കുക, സ്വസ്ഥമായ മനസ്സോടെ നിൽക്കുക. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു ഇരുട്ടിലേക്ക് നടക്കുന്ന പോലെയല്ല, നിങ്ങൾ കൃത്യമായി വെളിച്ചം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി നടക്കുക. അങ്ങനെ പരിശ്രമിക്കുന്നവർക്കുള്ളതാണ് വിജയം. പരിശ്രമിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് വിജയം. ബാക്കിയുള്ള ഒരു കുറുക്ക് വഴിയോ ഭാഗ്യ നിർഭാഗ്യങ്ങളോ ഒന്നും അല്ല ഇതിനകത്തുള്ളത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നു മുതൽ പരീക്ഷയ്ക്ക് വേണ്ടി നിൽക്കുക, പഠിക്കുക, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഐഫർ നൽകുന്ന ഫീച്ചേഴ്സ് വേണം എന്ന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന പുതിയ കോഴ്സ് ഉണ്ട്. അതിന്റെ ഭാഗമാകാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു പോവാം. എന്ത് തന്നെ ഐഫർ ആയിക്കോട്ടെ, വേറെന്ത് സംവിധാനം ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഔട്ട്സൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളാണ്, നിങ്ങൾ ആരായി തീരണം, എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ആ നിലക്ക് നിങ്ങൾക്കൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരാൾ ചോദിച്ചിട്ടുണ്ടല്ലേ, അഭിനാലി. ഓക്കെ, എത്ര ഇയേഴ്സ് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് മുതൽ ഞാൻ പറയാ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്, ഏറ്റവും അവസാനത്തിൽ വന്ന
ടേമില്ലേ, അഥവാ കഴിഞ്ഞ ജൂൺ 2025 ജൂൺ, ആ ജൂൺ മുതൽക്ക് പിറകോട്ടേക്ക് പോവാം. എത്ര പിറകോട്ടേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ അഭിന? നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് ആ, 2025 ജൂൺ മുതൽ താഴോട്ടേക്ക് PYQ ചെയ്തു പോവുക. ഓക്കെ. ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല ജാഗ്രത ഉണ്ടാവണം കേട്ടോ. ഈ ക്വസ്റ്റിന്റെ പാറ്റേൺ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെ, അഭിനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ സംശയമൊന്നും ഇല്ലല്ലോ ആർക്കും? ഈ പാറ്റേൺ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന രീതിയിൽ കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് ക്വസ്റ്റിനെ കാണണം. ആ രീതിയിൽ തന്നെ നാളെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടാൻ പറ്റും എന്ന അറിവോട് കൂടി തന്നെ നിങ്ങൾ പോകണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. പലപ്പോഴും നെറ്റ് എക്സാമിന് നമ്മുടെ ഈ ഓപ്ഷൻസ് എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഉത്തരം, ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കഴിവുപോലെ ഇരിക്കും. ചിലപ്പോൾ ഒന്നും അറിയാത്ത ചോദ്യത്തിന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. നമ്മുടെ ഒരു വായനയും നമ്മുടെ ഒരു സാഹിത്യത്തിലും പുസ്തകങ്ങളുടെയും ഒക്കെ കാര്യത്തിലുള്ള അറിവൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിക്കും. ചില അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ നമുക്ക് സഹായിക്കും. ആ രീതിയിലൊക്കെ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാം. എന്തായാലും എല്ലാവർക്കും അങ്ങനെ നല്ല ഒരു പരീക്ഷാ കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് എല്ലാവർക്കും പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ, നല്ല വിജയം ഉറപ്പാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി കൺക്ലൂഡ് ചെയ്യാം.